പോലുള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ബ്ലിസി സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഇതിന് മൊമെന്റ് നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ജിതിൻ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ബേസിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എമ്പുരാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ബാക്കിൽ ഇരുന്നുകൊണ്ട് വൻ മരങ്ങൾക്കിടയിൽ നിന്നൊരു കമന്റ് കണ്ടു. അതിനുശേഷമുള്ള ഒരു മുട്ട പപ്സ് ഇപ്പൊ ആയിട്ട് ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടൊവി ഉണ്ടായിരുന്നെങ്കിൽ ടൊവിയെ കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇനി ബൈ ചാൻസ് ഇവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ലെങ്കിൽ ആ മുട്ട പപ്സ് പിന്നെ എന്തായി? അവിടെ കഴിഞ്ഞു. അത് ഇത്രയും ഒക്കെ വെച്ച് ചെയ്ത് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ടെക്നോളജിയുടെ ഒരു വളർച്ചയെ ഇപ്പൊ കൈ കൊടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ ടോയ്ക്ക് കറക്റ്റ് കിട്ടി. താങ്ക് യു. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ ജോസഫ്, the real entertainer, actor, director. ആമിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അടുത്തത് ആഗ്രഹിക്കുകയാണ് പ്രിയ ചലച്ചിത്രകാരൻ, സംവിധായകൻ, നടൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മധുബാലന്റെ വേദിയിലേക്ക്. A round of applause for this wonderful artist, ശ്രീ. ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ചിത്രം കണ്ടവര് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പം അവിടെയുള്ളവർ ഈ ചിത്രത്തിന്റെ ഭാഗമായി എന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്, ടൊവിനോടൊപ്പം റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, ടൊവിനോടൊപ്പം ബേക്കൽ ഫോർട്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം ഇതിന്റെ കോണ്ടന്റാണ്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇതൊരു വലിയ വിജയമായിരിക്കും. കാരണം ജിതിനെ സംബന്ധിച്ചിടത്തോളം ജിതിന് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, ഒരു പാഷനാണ്, എല്ലാമാണ്. സുജിത്ത് എന്ന റൈറ്ററെ കൂടി കിട്ടിയപ്പോൾ ഒരു അത്ഭുതം തന്നെ തിരശ്ശീലയിൽ സൃഷ്ടിക്കാൻ ജിതിന് കഴിഞ്ഞു. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ കഴിയൂ. ലിസ്റ്റിൻ സ്റ്റീഫനും UGMലെ ഡോക്ടർ സക്കറിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായി മാറി. ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇതിൽ മേക്കപ്പിൻ്റെ കാര്യത്തിലും വൈപ്പ് പല്ല് വെച്ചിരുന്നു. റോണക്സിൻ്റെ മേക്കപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നാത്ത രീതിയിൽ ഇതിൻ്റെ എൻറ്റയർ ക്രൂ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എനിക്ക് നൽകിയ ആ സ്നേഹം, അത് ഞാനിവിടെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു യൂണിറ്റായിട്ട് തന്നെ യൂണിറ്റിയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. ആ സ്വപ്നം ജിതിൻ ഇങ്ങനെ കാണുമ്പോൾ ആ സാക്ഷാത്കാരത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ അഭിനയത്തിന് എനിക്ക് പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും നല്ല പരാമർശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഒരു ദിവസം റിലീസായ 2 ചിത്രങ്ങൾ ARM-ഉം കിഷ്കിന്ധാകാന്ഡവും, രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള 2 വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഓണക്കാല റിലീസുകളിൽ 2 സൂപ്പർ ഹിറ്റുകൾ, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ്. ഒരു സ്വഭാവ നടൻ എന്ന നിലയിൽ എനിക്കിപ്പോൾ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ. പ്രേക്ഷകർ ശരിയായ രീതിയിൽ എന്നെ വിലയിരുത്തുന്നു, എന്നെ വിമർശിക്കുന്നു, എന്നെ അഭിനന്ദിക്കുന്നു, എൻ്റെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മെച്ചപ്പെടുത്താനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഒരു കലാകാരന് ഏറ്റവും വേണ്ടത്. ഞാൻ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ ഈ ക്യാരക്ടറിലുള്ള ഫേസ് അത് ഈ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളാണ്. അതിന് ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തോട് എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ നല്ല പ്രേക്ഷകരായി നിന്ന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും കൊണ്ട് എന്നെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന എൻ്റെ കുട്ടികളോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിൽ 118ഓളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, അതിലുള്ള എല്ലാ മേഖലയിലുള്ള ഫുഡ് വരെ തന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. വലിയൊരു സിനിമയാണ്, വലിയൊരു അനുഭവം കൂടെ ആയിരുന്നു. പിന്നെ ജിതിൻ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രാം റീലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നാവ് പൊന്നാട്ടെ, പക്ഷെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ പറയുന്നതിന് അത് എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് ഉയരാനിരിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കിതിലുള്ള ഒരു അനുഭവം ദിബുചേട്ടനോടും അതുപോലെ മനു
അങ്ങുവാന കോളിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളെല്ലാം ഇപ്പം അതൊരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും. എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ സുജയുടെ 2 മക്കൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറയും, ഉമ്മേൻ്റെ ഫ്രണ്ട് അല്ലേ ARMലെ അമ്മൂമ്മ, അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് അമ്മൂമ്മനോട് പാടിത്തരാൻ പറയുന്നു. എനിക്ക് വീഡിയോ കോൾ വിളിക്കും. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശീൻ്റെ മുണ്ടും ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് അങ്ങുവാന കോണിൽ എന്ന് പറഞ്ഞിട്ട് അത് വിറച്ച് പാടുകയും, അതുപോലെ തന്നെ ഒരു നല്ല കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. ഇപ്പോൾ അവനോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൻ കള്ളനാവാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മണിയൻ എന്നുള്ള കഥാപാത്രം അത്രയേറെ ആളുകളിലേക്ക് എത്തിയത്. ഇത്തരം ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ള സമ്മാനം. താങ്ക് യു സോ മച്ച്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ലിസ്റ്റിൻ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് പരമായി വിജയിച്ച സിനിമകളും കലാമൂല്യമായ സിനിമകളും എത്രയോ സിനിമകൾ. പക്ഷേ ഈ സിനിമ ഇത് എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. കാരണം നവാഗതനായ ഒരു സംവിധായകൻ ഇത്രയും വലിയ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ റൈറ്റേഴ്സിൻ്റെ കൂടെ എടുത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷൻ കണ്ട് മനസ്സിലാക്കി അത് സ്വീകരിച്ച് അത് ചെയ്യാമെന്ന് ടൊവിനോ സമ്മതിക്കുന്നു. ആൻഡ് ടൊവിനോ ഗിവ്സ് ഹിസ് ബെസ്റ്റ് ഷോട്ട്. ടൊവിനോവിൻ്റെ ദ മണിയൻ ക്യാരക്ടർ അത് എന്നും മലയാളികളുടെ മനസ്സിൽ എന്നും നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിൽ എന്നുമുണ്ട്. ആൻഡ് സോ ഇങ്ങനൊരു വലിയൊരു വിഷനോട് കൂടി വന്ന ഒരു സംവിധായകനും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നായകനും ഇതിന് കൂടെ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ എന്ന് വിശ്വസിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ഡോക്ടർ സക്കറിയ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഇൻ്റലിജൻറ്റും ഇത്രയും ഒരു കാഴ്ചപ്പാടുമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഇത്രയും വലിയ വിജയങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ലിസ്റ്റിൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, പക്ഷേ നിങ്ങൾ ഇതുവരെ സിനിമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലിസ്റ്റിൻ്റെ ഒരു സിനിമയിൽ ഇതുപോലെ സക്സസ് പാർട്ടിയിൽ എനിക്കും ഇതുപോലെ ഒരു മൊമെൻറ്റ് വാങ്ങാൻ ഇടവരട്ടെ. എനിവേസ് താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. വിഷിംഗ് യു ഓൾ ദ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ARMൻ്റെ സക്സസ് മീറ്റിൽ വരാൻ സാധിച്ചതിൽ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ജിതിൻലാലിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ആദ്യത്തെ സംവിധാന സംരംഭം തന്നെ ഒരു ബമ്പർ ഹിറ്റ് ആക്കിയതിൽ ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു ടോവി ഫോർ അനദർ ഹിറ്റ്. ഈ ഒരു ട്രിപ്പിൾ റോൾ വിത്ത് സോ മച്ച് ഓഫ് ഡെഡിക്കേഷൻ, ഇത്രയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും എനിക്ക് തോന്നുന്നു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടൻ ഇപ്പം പ്രസൻറ്റിൽ വി ഹാവ് വെരി ഫ്യൂ ആർട്ടിസ്റ്റ് ഹു ഹാവ് ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ. കൺഗ്രാറ്റുലേഷൻസ്, ആ ഹാർഡ് വർക്ക് പേ ഓഫ് ആയതിൽ. ടു ദി എൻറ്റയർ കാസ്റ്റ്, സുരഭി ചേച്ചി, കൃതി ആൻഡ് ഐശ്വര്യ രാജേഷ് ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് മൈൽ സ്റ്റോൺ. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു എൻ്റെ ലിസ്റ്റിൻ ചേട്ടൻ അവിടെ. ഹലോ. തുടർന്നതെല്ലാം പൊന്നാക്കുന്ന ലിസ്റ്റിൻ ചേട്ടനും സക്കറിയ സാറിനും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടീമിന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനാകട്ടെ. അടുത്ത വട്ടം സിനിമ ചെയ്യുമ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യട്ടെ. എനിവേസ്, ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.